കണ്ടോളൂ. ചിരിക്കരുതേ. പൃഥ്വിയോട് ഈ ഒരു ബുക്ക് സ്റ്റോളിൽ നിന്ന് അതിഥി നമ്മുടെ മേധ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേധ ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. ആ ബുക്കിന്റെ പേരെന്താണ്? അഗൈൻ ആ ബുക്ക് എന്തിനാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഈ കഥയിലൊരു കാര്യമാണ്. എന്താ ഉറക്കം വരുന്നു? നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. മേധ എന്തിനാണ് ആ ബുക്ക് വാങ്ങിക്കുന്നത്? വൈ ഷീ ബൈയിങ് ദാറ്റ് ബുക്ക് എന്നുള്ളത് ഈ കഥയിൽ ഒരു കഥാ പുരോഗതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പൊ മേധ എടുക്കുന്ന ബുക്ക് ഇതാണെന്ന് പറഞ്ഞാൽ ഉടനെ ഓഹോ അത് പോയി ഗൂഗിൾ ചെയ്യാലോ, അപ്പൊ ഇതുമായിട്ട് ബന്ധമുണ്ടല്ലേ, അറിയില്ലേ? എല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ പുണ്യാളാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും പൃഥ്വിയോട് ചോദിക്കട്ടെ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറെ ആൻസേഴ്സ് കേൾക്കാൻ സാധിക്കും. കുറെ ആൻസേഴ്സും കിട്ടും, സിനിമയുടെ കഥയും മനസ്സിലാവും. അല്ല, എല്ലാം ഞാൻ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, പറഞ്ഞിപ്പോ നിങ്ങൾ ഒരു സിനിമയുടെ കഥ ഉണ്ടാക്കുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? വെറുതെ അല്ലെങ്കിൽ പ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവില്ല. ഞങ്ങള് വിചാരിച്ച ഇന്റർവ്യൂ ചെയ്യാനാ വന്നെന്ന്. എല്ലാത്തിനും ഒരു അതിരുണ്ടാ ഗതി കെട്ടാ നിന്നെയും കൊല്ലും ഞാനും ചാവും.